പാലക്കാട് ജില്ലയിലും അതിശക്തമായ മഴയാണ്. വാണിയംകുളം, പനയൂർ, ഇളംകുളത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. 3 വീടുകളിലെ മതിലുകൾ ഇവിടെ തകർന്നു. ഇനി ഷൊർണൂരിലാകട്ടെ ജലവിഭവ വകുപ്പ് ഓഫീസിനുള്ളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. മണ്ണാർക്കാട്, അട്ടപ്പാടി മേഖലയിൽ 300ഓളം പാലങ്ങൾ മുങ്ങി. പാലക്കാട് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. വാണിയംകുളം, പനയൂർ, ഇളംകുളത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. എസ്റ്റേറ്റ് ഭാഗത്ത് നിന്ന് കല്ലും മണ്ണും ഉൾപ്പെടെ വെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. 7ഓളം വീടുകളുള്ള പ്രദേശത്ത് 3 വീടുകളുടെ മതിലുകൾ തകർന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതിനാൽ ഉരുൾപൊട്ടിയതാണോ എന്ന സംശയത്തിൽ വീട്ടിലുണ്ടായിരുന്നവർ ഇറങ്ങിയോടി. വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ശബ്ദം നാട്ടുകാർ കേട്ട് വീട്ടിൽ നിന്നും ഓടിയിറങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ അധികൃതർ എത്തി ഉരുൾപൊട്ടൽ ഉണ്ടായില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഷൊർണൂരിൽ ജലവിഭവ വകുപ്പ് ഓഫീസിനുള്ളിൽ തന്നെ ശക്തമായ മഴയിൽ വെള്ളം കയറി. ഉദ്യോഗസ്ഥർ മേശപ്പുറത്ത് കയറിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു. ഓഫീസ് പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൂടാതെ മണ്ണാർക്കാട് തെങ്കര കാഞ്ഞിരം റോഡിൽ കോൽപ്പാടം കോസ്വേയും അലനല്ലൂർ എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിലും വെള്ളം കയറി. 2ഇടത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അട്ടപ്പാടി ചുരംപാതയിൽ മന്നംപൊട്ടിയും നിറഞ്ഞൊഴുകി. നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള ജില്ലയിലെ മലയോര മേഖലകളിലെല്ലാം ശക്തമായ മഴയാണ് പെയ്യുന്നത്. നഗരത്തിൽ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിലും ഉച്ചയോടെ ഇടവിട്ട് മഴ പെയ്തു. ജനം, പാലക്കാട്.